ഇന്നത്തെ നമ്മുടെ പരിപാടി തേങ്ങ പൊളിച്ചിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കൂടി പൊളിച്ചിട്ട് ഉണക്കിയെടുത്തിട്ട് വെളിച്ചെണ്ണ ആക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? നമ്മുടെ അല്ലെങ്കിൽ കടയിൽ തേങ്ങ കൊടുത്തിട്ട് വെളിച്ചെണ്ണ വാങ്ങിക്കുകയാണോ ചെയ്യാറ്? എന്തായാലും ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തന്നെയാണോ ചെയ്യാറ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കാമല്ലോ എന്നുള്ള വിധത്തിൽ ഞങ്ങളുടെ വീട്ടിലുള്ള തേങ്ങ തന്നെ ഉണക്കിയിട്ട് വെളിച്ചെണ്ണ ആക്കി എടുക്കാറാണ്. മാർക്കറ്റിൽ കിട്ടുന്ന വെളിച്ചെണ്ണ ഒന്നും ശുദ്ധമായിരിക്കണമെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല കേട്ടോ ഇപ്പോഴത്തെ കാലത്ത്. അങ്ങനെ തേങ്ങയൊക്കെ പൊളിച്ചു, വെട്ടിയെടുത്തു. നല്ല വെള്ളമായിരുന്നു കേട്ടോ, ഞങ്ങൾ വെള്ളം ഒരുപാട് കുടിച്ചു. പിന്നെ തോപ്പയൊക്കെ പൊളിച്ചിട്ട് വെട്ടിയെടുത്തു കേട്ടോ. വെട്ടിയെടുത്തിട്ട് പൂർണ്ണമായിട്ട് വെട്ടില്ല, ഇങ്ങനെ അടർത്തിയെടുക്കും. അടർത്തിയെടുക്കാനുള്ള പാകത്തിന് അങ്ങനെ വയ്ക്കുകയുള്ളൂ. ചിക്കുന്ന സമയത്താണ് കേട്ടോ അടർത്തിയെടുക്കുക. അങ്ങനെ നല്ല വെയിലാണ്, വെയിലത്ത് ഇരുന്നിട്ട് ഞാനും അച്ഛനും കൂടി ഒക്കെ ചിക്കിയെടുത്തു കേട്ടോ. ഓരോന്നായിട്ട് അടർത്തിയെടുത്തിട്ട് ചിക്കുകയാണ് കേട്ടോ. ഈ തേങ്ങ ഇനി ഒരു 2 ദിവസം നന്നായിട്ട് ഇങ്ങനെ വെയിൽ കൊള്ളിക്കണം കേട്ടോ. നന്നായിട്ട് വെയിൽ കൊള്ളിച്ച് കഴിയുമ്പോഴാണ് നമ്മളെ തേങ്ങ അടർത്തിയെടുക്കാൻ പറ്റുക, ഈ ചിരട്ടയിൽ നിന്ന് അടർത്തിയെടുക്കാൻ പറ്റുക. ആ ഒരു കണ്ടീഷൻ വരെ നമ്മൾ വെയിൽ കൊള്ളിക്കണം. അങ്ങനെ ഇതാ ചിക്കി കഴിഞ്ഞു. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് അടർത്തിയെടുക്കും കേട്ടോ. നമ്മളിപ്പോൾ 2 ദിവസം കഴിഞ്ഞു. ഇന്ന് തേങ്ങയൊക്കെ ചിരട്ടയിൽ നിന്ന് അടർത്തിയെടുക്കുകയാണ്. കൊട്ട അഴിക്കാമെന്നാണ് പറയുക കേട്ടോ അതിന്. അങ്ങനെ അടർത്തിയെടുത്തിട്ട് അതിനെ 2 ഭാഗങ്ങളായിട്ട് മുറിക്കുകയും ചെയ്തു കേട്ടോ. അത്യാവശ്യം പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ കറുത്ത ഷീറ്റിൽ നിരത്തി ചിക്കി എടുത്തു കേട്ടോ. ചിക്കി ഇപ്പം വലയിടണം, അല്ലെങ്കിൽ കാക്ക കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ വലയിട്ടു. അങ്ങനെ 2 ദിവസം അങ്ങനെ ഉണങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് അരിയാണ് കേട്ടോ. ചെറുതായിട്ട് അരിയുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ചിരട്ടയാകുമ്പോൾ ചിരട്ടേൻ്റെ ചൂട് നഷ്ടപ്പെടും. അപ്പോൾ ഏറ്റവും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് നമുക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടാനുള്ള സൗകര്യം കേട്ടോ. അങ്ങനെ എല്ലാം പൂർണ്ണമായിട്ട് ഉണങ്ങി നമ്മളിനി ഇന്ന് ആട്ടിക്കാൻ കൊണ്ടുപോകാണ് കേട്ടോ. ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശങ്ങൾ മുഴുവനും പോയി കഴിഞ്ഞു. ഇനി നമ്മൾ കാറിൽ കയറ്റിയിട്ട് ആട്ടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ 2 ചാക്കുകളിലാക്കിയിട്ട് നമ്മളെ തേങ്ങയൊക്കെ കാറിനകത്ത് കയറ്റി ഒരു സ്റ്റീലിൻ്റെ പാത്രവും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കന്നാസും എടുത്തു കേട്ടോ. നമ്മളെ വെളിച്ചെണ്ണ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാറിൽ കയറ്റിയിട്ട് മില്ലിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ മില്ലിലെത്തി കേട്ടോ. മില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മില്ല് തന്നെ കേട്ടോ. നമ്മളിപ്പോൾ പൊടിക്കാനും അരി പൊടിക്കാനും മുളക് പൊടിക്കാനൊക്കെ കൊണ്ടുപോകുന്ന മില്ല് തന്നെയാണ്. അവിടെ വേറൊരു മെഷീനാണ് തേങ്ങ ആട്ടിക്കാൻ വേണ്ടിയുള്ളത് കേട്ടോ. അങ്ങനെ ഇവരാണ് നമുക്ക് ആട്ടി തന്നത്. അതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കും. അതിലൂടെ പിഴിഞ്ഞിട്ട് പിണ്ണാക്ക് ഈ സൈഡിൽ കൂടെ അങ്ങനെ ചാടും. അതിലുള്ള വെളിച്ചെണ്ണയൊക്കെ താഴെ ആ ബക്കറ്റിലേക്ക് വന്ന് കളക്ട് ആവും കേട്ടോ. തുടക്കത്തിൽ തേങ്ങ ഇടുന്ന സമയത്ത് നന്നായിട്ട് വെളിച്ചെണ്ണയാവും. പിന്നെ ഈ പിണ്ണാക്ക് തന്നെ ഒരു 3 തവണ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് ശരിക്കും അതിലുള്ള വെളിച്ചെണ്ണ പൂർണ്ണമായിട്ട് കിട്ടുക കേട്ടോ. നമുക്കിപ്പോൾ ഒരു തേങ്ങയിൽ നിന്നും ഒരു 70% വെളിച്ചെണ്ണയാണ് കേട്ടോ കിട്ടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കിലോ തേങ്ങ ആട്ടിയെടുക്കുകയാണെങ്കിൽ അതിലൊരു 7 ലിറ്റർ വെളിച്ചെണ്ണയാണ് നല്ലതായിട്ട് ഉണങ്ങിയിട്ടുള്ള നല്ല പച്ചത്തേങ്ങയെന്ന് കിട്ടുക കേട്ടോ. അപ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏതാണ്ട് 28 കിലോ ആയിരുന്നു നമുക്ക് തേങ്ങ ഉണക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊരു 19 ലിറ്റർ വെളിച്ചെണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വെളിച്ചെണ്ണയുടെ കളറ് കണ്ടോ? ശരിക്കും നമ്മളിപ്പോൾ ആട്ടി കഴിഞ്ഞ പാടെ ചെറിയ പിണ്ണാക്ക് കൂടി കലർന്നിട്ടുള്ള ഈ ഒരു കളറേ ഉണ്ടാവുള്ളൂ കേട്ടോ വെളിച്ചെണ്ണയ്ക്ക്. അത് കുറച്ച് ഊറി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഈ സ്റ്റീലിൻ്റെ പാത്രത്തിൽ കൊള്ളാവുന്നിടത്തോളം അതിൽ നിറച്ചു. ബാക്കിയുള്ളത് നമ്മളെ കന്നാസിലേക്ക് ആക്കി കേട്ടോ. എന്താ ഈ വെളിച്ചെണ്ണ ഊറി വരുന്നതാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഇതിപ്പം പിണ്ണാക്ക് ആട്ടുമ്പോഴുള്ള വെളിച്ചെണ്ണയാണത്. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഇത് 2ാമത്തെ സ്റ്റേജ് ആട്ടുമ്പോഴുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ. അതാണ് കുറച്ച് കുറവ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ചാടും കേട്ടോ. അങ്ങനെ സ്റ്റീൽ പാത്രത്തിലാക്കിയതിന് ബാക്കി നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കന്നാസിലേക്ക് ആക്കി. എന്ന് വെച്ചാൽ കന്നാസ് കുറച്ച് പഴയതാണ്. എന്നപ്പോൾ പിന്നെ കുറച്ചും കൂടി നല്ലത് സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് കഴിയുന്നത് സ്റ്റീലിൻ്റെ പാത്രത്തിൽ തന്നെ കൊള്ളിച്ചു. അതിൽ പുറമേ ഉള്ളത് നമ്മൾ കന്നാസിലേക്ക് ആക്കി മാറ്റി കേട്ടോ. അങ്ങനെ ആട്ടി കഴിഞ്ഞിട്ടുള്ള പിണ്ണാക്കൊക്കെ മില്ലിൽ തന്നെ കൊടുത്തു. നമ്മൾ കിലോയ്ക്ക് 16 രൂപയാണ് കേട്ടോ അവിടെയൊക്കെ ആട്ടുന്നതിന്. അപ്പോൾ ആ പൈസയും കൊടുത്തു. നമ്മൾ വെളിച്ചെണ്ണ മുഴുവൻ ആട്ടി കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിച്ചു. നമ്മളെ സ്റ്റീൽ പാത്രത്തിലും കന്നാസിലുമായിട്ട് നമ്മൾ വീട്ടിലെത്തി കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ വെളിച്ചെണ്ണ കേട്ടോ. നമ്മളിപ്പോൾ 2-3 ദിവസം ഊറിയതിന് ശേഷമുള്ള വെളിച്ചെണ്ണയാണ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്ന ക്ലിയർ ആയിട്ടുള്ള വെളിച്ചെണ്ണ കേട്ടോ.